എല്ലാ വിദ്യാർത്ഥികൾക്കും NS ഈസി മാത്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്ററിന്റെ തൊട്ടടുത്ത സെക്ഷൻ. ആ സെക്ഷന്റെ പേരാണ് പൊസിഷൻ ആൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ പദവും സ്ഥാനവും. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക നമ്പർ തന്നെ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് കൂട്ടി എഴുതുന്ന സീക്വൻസ് ആണ്, സംഖ്യാശ്രേണികളാണ് സമാന്തര ശ്രേണി. ഇപ്പൊ നമുക്ക് 6 എന്ന നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തു, 4 ആഡ് ചെയ്യുന്നു, ഇതിലേക്ക് 4 കൂട്ടിക്കഴിഞ്ഞാൽ ആ 4 നമ്മൾ പറയാം കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. അതിന് D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ D ആയിട്ട് കോമൺ ഡിഫറൻസ് ആയിട്ട് 4 എടുത്തു, ഫസ്റ്റ് ടേം ആയിട്ട് 6ഉം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് 4 കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടുന്നു, പിന്നീട് 14 കിട്ടുന്നു, പിന്നീട് 18 കിട്ടുന്നു, എക്സെട്ര. 6, 10, 14, 18 എക്സെട്ര. ഇങ്ങനെയാണ് ആ സമാന്തര ശ്രേണി മുന്നോട്ട് പോകുന്നത്. തുടർന്ന് ഒരുപാട് സംഖ്യകൾ ആ സീക്വൻസിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊസിഷനും കുറെ ദൂരമുള്ള, ഇപ്പോ 100th ടേം, 100ാമത്തെ പദം ഏത് സംഖ്യ ആയിരിക്കും വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ ഈ പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു സ്റ്റെപ്പ് വരച്ചു, പടികൾ, സ്റ്റെപ്സ് ഇങ്ങനെ ചവിട്ടിയിട്ട് ആകെ ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 12 സ്റ്റെപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിന്റെയും ഹൈറ്റ് സെയിം ആണ്. അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഈ കയറുന്ന ഈ ഭാഗം, ഇതാണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്, D എന്ന് പറയുന്ന ഭാഗം. ഈ ഡിഫറൻസ് എല്ലായിടത്തും കോമൺ ഡിഫറൻസ് സെയിം ആണ്. അങ്ങനെ അങ്ങനെ പോകുന്നു. അങ്ങനെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്താൻ നമ്മൾ ഒരു D ആഡ് ചെയ്യുന്നു, ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുന്നു. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ടേം 6 ആണ്, ഇത് 4ാമത്തെ ടേം ആണ് അല്ലെ. ഇത് x1 ആണ്, ഇത് x4 ആണ്. എങ്ങനെ ഈ 6ൽ നിന്ന് 18ലേക്ക് എത്തിയത് എന്ന് നോക്കിയാൽ ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും, ഇത് x1, ഇത് x4. ഇപ്പോ ഇവിടെ എത്തിയ സമയത്ത് നമുക്കിവിടെ 6 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഈ സീക്വൻസ് നോക്കിയാൽ 6 ആണ്. 4ാമത്തെ പൊസിഷനിൽ എത്തിയപ്പോ അവിടെ 18 ആണ് വന്നത്. 18ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, 6ൽ നിന്ന് നമ്മൾ എത്ര സ്റ്റെപ്പ് കയറുമ്പോഴാണ്, ഈ 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് എത്ര സ്റ്റെപ്പ് കയറുമ്പോഴാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുന്നത് എന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾ, ഞാനിവിടെ ഈ ആള്, ഈ നമ്പർ ഇവിടുന്ന് മായിച്ചിട്ട് ഒരാള് ഇവിടെ നിൽക്കുന്നു, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നു, ഒരാൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്നു. അയാൾക്ക് ഇവിടേക്ക് എത്തണം, 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണം. അപ്പൊ അയാൾ എത്ര സ്റ്റെപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് കയറണം? ഫസ്റ്റ് സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാള് 4ാമത്തെ സ്റ്റെപ്പിലെത്താൻ 1, 2, 3 3 സ്റ്റെപ്പുകൾ കയറിയാൽ 4ാമത്തെ സ്റ്റെപ്പിൽ. അപ്പൊ ഈ 1ാമത്തെ നമ്പറായ 6ൽ നിന്ന് 4ാമത്തെ നമ്പറായ 18ലേക്ക് എത്താൻ 3 സ്റ്റെപ്പുകൾ. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സമാന്തര ശ്രേണിയിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഓരോ പൊതുവ്യത്യാസങ്ങൾ കൂടി കൂടി വരുന്നു. അപ്പോ ഈ 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ ഒരു D ആണ് കൂട്ടിയത്, അതായത് 4 കൂട്ടി. എന്നാൽ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് 8 കൂട്ടിയിട്ടുണ്ടാവും. 8 എന്ന് പറയുന്നത് 2 D ആണ്. D എന്നുള്ളത് 4 ആണെങ്കിൽ 8 എന്ന് പറയുന്നത് 2D, 2 4 8. അങ്ങനെ 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി എന്താ ചെയ്യാം, 3D നമ്മൾ അധികം എടുക്കണം. 3 സ്റ്റെപ്പുകൾ അധികമായിട്ട് കയറിയാൽ 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇതിന്റെ 4ാമത്തെ ടേം കിട്ടിയത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാണിക്കാണ്. ആദ്യത്തെ ടേമിലേക്ക് അതിൽ നിന്ന് കയറി 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആള് 4ാമത്തെ സ്റ്റെപ്പിലെത്താൻ കയറുകയാണ് വേണ്ടത്. കയറുക എന്ന് പറയുമ്പോൾ ഒരു അഡീഷൻ ആണ് വരിക, കൂട്ടുന്നതാണ് വരിക. എത്ര സ്റ്റെപ്പാണ് കയറിയത്? 3 സ്റ്റെപ്പ്.
അപ്പൊ പ്ലസ് ഇട്ടിട്ട് 3 സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പില് 1 ഡി ആണ് കൂടുന്നത്. അപ്പൊ 3 സ്റ്റെപ്പില് 3 ഡി കൂടും. x1 എന്ന് പറയുന്നത് 6 ആണ്. 3d എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ 4 ആണ് കോമൺ ഡിഫറൻസ്. നമുക്കറിയാം ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തു പോയത് ഈ 6 3 കൂട്ടിക്കളയരുത്. കൂട്ടുന്നതും ഗുണിക്കുന്നതും ഒരുമിച്ച് ഒരു വരിയിൽ വന്നാൽ അതില് ഗുണിതമാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. പല കുട്ടികളും 6 3 കൂട്ടിയിട്ട് 9 9 ഇൻറ്റു 4 എന്ന് എഴുതിയിട്ട് ആൻസർ തെറ്റിച്ചു വെക്കാറുണ്ട്. ഇവിടെ 6 പ്ലസ് ചെയ്യാനായിട്ടില്ല. ആദ്യം ചെയ്യേണ്ടത് ഇതാ 3 ഇൻറ്റു 4. ഇപ്പോഴത്തെ ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ്, അതിന്റെ കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാനുള്ളൂ. 3 ഇൻറ്റു 4 ചെയ്താൽ 12. ഇനി നമുക്ക് കൂട്ടാം, ആൻസർ 18 ഉണ്ടാവും ഇവിടെയുള്ള നമ്പറിൽ. അപ്പൊ എങ്ങനെ ഒന്നാമത്തെ ഒരു ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് 4ാമത്തെ ടേമിലേക്ക് പോയത് 3d കൂട്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് ഈ സീക്വൻസിന്റെ 20ാമത്തെ ടേം വേണം. 20 എന്നുള്ള മാറ്റി നമുക്കൊന്ന് ചെറിയ നമ്പർ എടുക്കാം. ഈ സീക്വൻസിന്റെ 9ാമത്തെ ടേം വേണം. 9ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരാം. ഇതിലാണ് അതിന്റെ കണ്ടന്റ് ഉള്ളത്. 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് 9ാമത്തെ സ്റ്റെപ്പിൽ എത്തണം. 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് 9ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും? ശ്രദ്ധിച്ചു നോക്കുക. 1ാമത്തെ പടിയിൽ കയറി നിൽക്കുന്ന ഒരാൾക്ക് 9ാമത്തെ പടിയിൽ എത്താൻ അയാള് എത്ര സ്റ്റെപ്പ് കയറേണ്ടി വരും? 1 2 3 4 5 6 7 8 സ്റ്റെപ്പുകൾ കൂടി കയറിയാൽ അയാള് 9ാമത്തെ സ്റ്റെപ്പിലെത്തും. ശ്രദ്ധിക്കണം, ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഓരോ കോമൺ ഡിഫറൻസ്, ഓരോ പൊതുവ്യത്യാസം അധികമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ സീക്വൻസിലെ 9ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എവിടെ നിന്നാണ് 8 സ്റ്റെപ്പ് കയറേണ്ടത്? 1ാമത്തെ സ്റ്റെപ്പിൽ നിന്ന്. അപ്പോ 1ാമത്തെ ടേമിലേക്ക് 8 സ്റ്റെപ്പ് അധികം, 8 സ്റ്റെപ്പ് 8d കൂട്ടി കൊടുത്താൽ മതി. 1ാമത്തത് 6 ആണ്. 6ലേക്ക് 8 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 4. നേരത്തെ പറഞ്ഞതുപോലെ 6 8 കൂട്ടിക്കളയരുത്. 6 പ്ലസ് അതേപോലെ വെച്ചിട്ട് 8 ഇൻറ്റു 4 8 ഇൻറ്റു 4 32. 38 ആണ് ആൻസർ കിട്ടുക. അതായത് ഇതിങ്ങനെ തുടർന്ന് എഴുതി കഴിഞ്ഞാൽ 9ാമത്തെ പൊസിഷനിൽ വരുമ്പോൾ 38 ആയിരിക്കും ലഭിക്കുക. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം. 21 26 31 എക്സെട്ര. ഇതൊരു സമാന ശ്രേണിയാണ് എന്നതിൽ സംശയമില്ല. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 26ൽ നിന്ന് 21 കുറച്ചാൽ നമുക്ക് 5 കിട്ടും. 31ൽ നിന്ന് 26 കുറച്ചാലും 5 കിട്ടും. ഡിഫറൻസുകൾ സെയിം ആണ്, വ്യത്യാസങ്ങൾ തുല്യമാണ്, പൊതു വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു AS ആണ്. ഇതിലെ ഫസ്റ്റ് ടേം 21, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 5. നമുക്കറിയേണ്ടത് ഇതിലെ 6ാമത്തെ ടേം ഏതാണ്? 6ാമത് വരുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോന്ന് എഴുതിയിട്ടല്ല നോക്കേണ്ടത്. 6ാമത് വരുന്നത് നമ്മൾ ഒരിക്കൽ കൂടി ഇതിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആൾക്ക് എങ്ങനെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും? ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താം? അയാള് 1 2 3 4 5 സ്റ്റെപ്പുകൾ കയറണം. ഇങ്ങനെ എണ്ണി നോക്കാൻ നിൽക്കരുത് എപ്പോഴും. 1ാമത്തിൽ നിന്ന് 6ാമത്തേലേക്ക് എത്താൻ 6ന്ന് 1 കുറക്കുക, 5 സ്റ്റെപ്പുകൾ കയറണം. അപ്പൊ 6ാമത്തെ ടേം കിട്ടാൻ x1ലേക്ക് 5d 5 സ്റ്റെപ്പുകൾ അധികമായിട്ട് കയറണം. അപ്പോൾ x1 ഇവിടെ 21 ആണ്. 5 ഇൻറ്റു ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഇവിടെ 5 ആണ്. അപ്പൊ 21 പ്ലസ് 5 ഇൻറ്റു 5 25. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 46 കിട്ടും. അതായത് ഇതിലെ 6ാമത്തെ ടേം 46 ആയിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. 31 കഴിഞ്ഞാൽ 5 കൂട്ടിയാൽ വരെ 36. വീണ്ടും 5 കൂട്ടിയാൽ കിട്ടുക 41. വീണ്ടും 5 കൂട്ടിയാൽ കിട്ടുക 46. 1 2 3 4 5 6ാമത്തെ ടേം 46. ഇനി മറ്റൊരു കാര്യം, ഈ 6ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഞാൻ 1ാമത്തെ ടേമിന് പകരം ഇതാണ്
ഇത് ഇതിന്റെ മൂന്നാമത്തെ ടേം ആണ് അല്ലെ. മൂന്നാമത്തെ ടേം ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആറാമത്തെ ടേം കണ്ടുപിടിക്കാം? അപ്പോ ആള് നിൽക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിലാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് ആറാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ എത്ര സ്റ്റെപ്പുകൾ കയറേണ്ടി വരും? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് അയാള് ആറാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ അവിടുന്ന് 1, 2, 3 സ്റ്റെപ്പുകൾ കയറിയാൽ മതി. അതെങ്ങനെ കിട്ടുന്നത്? ഈ 6ൽ നിന്ന് 3 കുറച്ചാൽ കിട്ടും, നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോ ആറാമത്തെ ടേം കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ ടേമിലേക്ക് എത്ര ഡി കൂട്ടിയാൽ മതി? മൂന്നാമത്തെ ടേമിൽ നിന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. മൂന്നാമത്തെ ടേമിൽ നിന്ന് ആറാമത്തെ ടേമിലേക്ക് എത്താൻ നമ്മൾ ഒരു 3 ഡി കൂട്ടിയാൽ മതി. അപ്പൊ x3 എന്ന് പറയുന്നത് 31 ആണ്. 3 സ്റ്റെപ്പുകൾ 3 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 ആണ്. 31 പ്ലസ് 3 ഇൻറ്റു 5 15 ആണ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 46 കിട്ടുന്നു. സെയിം നമ്പർ കിട്ടും. അപ്പൊ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ളത് ഈ സ്റ്റെപ്പുകൾ കയറുന്ന കാര്യം നന്നായിട്ട് അങ്ങോട്ട് ബ്രെയിനിലേക്ക് ഉറപ്പിച്ചു കൊടുക്കാം. എങ്ങനെ നമുക്ക് 5ാമത്തെ ടേം ഉപയോഗിച്ച് 100ാമത്തെ ടേം കണ്ടുപിടിക്കാം? 5ാമത്തെ ടേം ഉപയോഗിച്ച് 100ാമത്തെ ടേം കിട്ടണമെങ്കിൽ 5ൽ നിന്ന് 100ലേക്ക് എത്ര പോകാനുണ്ട് എന്ന് നോക്കുക. 100ന് 5 കുറക്കുക. 100ന് 5 കുറച്ച് നമുക്ക് 95 കിട്ടും. അപ്പൊ 95 സ്റ്റെപ്പുകൾ കയറണം 5ാമത്തെ ടേം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. എന്നാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് 1ാമത്തെ പദത്തിൽ നിന്ന് എങ്ങനെ 100ാമത്തെ പദത്തിലേക്ക് എത്താം? 1ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് 100ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 99 സ്റ്റെപ്പുകൾ കയറണം. അപ്പൊ നമുക്ക് 100ാമത്തെ പദം കണ്ടുപിടിക്കാൻ 1ാമത്തതിലേക്ക് 99 സ്റ്റെപ്പുകൾ 99 ഡി കൂട്ടി കഴിഞ്ഞാൽ 1ാമത്തത് 21 പ്ലസ് 99 ഇൻറ്റു 5 21 പ്ലസ് 99 ഇൻറ്റു 5 100 ഇൻറ്റു 5 500 ആണ്. അപ്പൊ 99 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഒരു 5 കുറച്ചിട്ട് 495. 495ലേക്ക് 21 കൂട്ടിക്കഴിഞ്ഞാൽ 1 പ്ലസ് 5 6, 9 പ്ലസ് 2 11, ബാക്കി 1 ഇവിടേക്ക് എടുത്താൽ 516. ഇതിലെ 100ാമത്തെ പദം കണ്ട. നമ്മൾ ഏത് പദവും തുടർച്ചയായിട്ട് എഴുതി നോക്കാതെ ഒരൊറ്റ ചാട്ടത്തിന് 100ാമത്തെ പദത്തിലേക്ക് എത്തി. നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? എത്ര സ്റ്റെപ്പ് പോവാനുണ്ട് എന്നൊരു സാമാന്യ ബോധം ഉണ്ടായാൽ മതി നമുക്ക് ആ പദങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം 7, കോമൺ ഡിഫറൻസ് 7. 11ാമത്തെ പദം x11 എഴുതിയാൽ എന്താർത്ഥം? 11ാമത്തെ ടേം 90 ആണ്. എന്തായിരിക്കും ഇതിന്റെ ഫസ്റ്റ് ടേം? എന്തായിരിക്കും? ഇതാണ് ചോദ്യം. നമ്മളടുത്ത് 2 സാധനങ്ങൾ നമുക്ക് ആവശ്യം. കോമൺ ഡിഫറൻസ് വേണം, ഏതെങ്കിലും ഒരു ടേമും വേണം. ഫസ്റ്റ് ടേം തന്നെ വേണമെന്നില്ല, ഏത് ടേം കിട്ടിയാലും കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് പൊതുവ്യത്യാസം ഉപയോഗിച്ച് ആ സീക്വൻസിലെ ഏത് പദങ്ങൾ വേണമെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ ഇവിടേക്ക് നോക്കുന്നു. 11ാമത്തെ ടേം 90 എന്ന് പറഞ്ഞാൽ 11ാമത്തെ സ്റ്റെപ്പില് ഒരാൾ നിൽക്കുന്നു. ഒരാള് 11ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. അയാൾക്ക് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണം. 11ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന അയാൾക്ക് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണമെങ്കിൽ, അയാൾക്ക് ഇവിടെ എത്തണമെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കുന്ന ആൾ ഇവിടെ എത്തണമെങ്കിൽ 11ന്ന് 1ലേക്ക് 10 സ്റ്റെപ്പ് ഉണ്ട്. 10 സ്റ്റെപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? കയറുകയാണോ വേണ്ടത്? 11ാമത്തെ സ്റ്റെപ്പ് നിൽക്കുന്ന ആൾക്ക് 1ാമത്തെ സ്റ്റെപ്പിലെത്താൻ 11ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 10 സ്റ്റെപ്പ് കയറിയാൽ അത് അയാളെ മേലോട്ട് പോവുക ചെയ്യാം. 10 സ്റ്റെപ്പ് ഇറങ്ങുകയാണ് വേണ്ടത്. താഴോട്ട് വരണം. താഴോട്ട് വരണമെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം, കൂട്ടിയാൽ പോരാ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 1ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ അയാൾ നിൽക്കുന്നത് 11ാമത്തെ സ്റ്റെപ്പിലാണ്. താഴോട്ട് ഇറങ്ങുക എന്നുള്ളതിന് മൈനസ് എന്ന് കൊടുക്കും. എത്ര സ്റ്റെപ്പ്? 10 സ്റ്റെപ്പ്, 10 ഡി. 11ാമത്തെ ടേം 90 മൈനസ് 10 ഗുണിക്കണം പൊതുവ്യത്യാസം 7. 90 മൈനസ്
10 × 7 70. ആൻസർ 20. എത്ര സിമ്പിൾ ആയിട്ടാണ് കിട്ടുന്നത് നോക്കിയേ. 11ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് അല്ലെങ്കിൽ 11ാമത്തെ ടേം ഉപയോഗിച്ച് 11ാമത്തെ പദം ഉപയോഗിച്ച് 1ാമത്തെ പദം കണ്ടുപിടിക്കാൻ 10 ഡി കുറച്ചാൽ മതി. ഇങ്ങനെ ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേം തന്നാലും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഉപയോഗിച്ച് അതിലെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പൊതുവ്യത്യാസം 8. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ കോമൺ ഡിഫറൻസ്, അതായത് ഡി. 10ാം പദം x10, 10th ടേം 125. ഇതിലെ 4ാമത്തെ പദം കണ്ടുപിടിക്കണം. 4ാമത്തെ ടേം ശ്രദ്ധിക്കാം. നിൽക്കുന്നത് 10ാമത്തെ സ്റ്റെപ്പിൽ, പോവേണ്ടത് 4ാമത്തെ സ്റ്റെപ്പിലേക്ക്. സിമ്പിൾ ലോജിക്കാണ്. നിൽക്കുന്നത് 10ാമത്തെ സ്റ്റെപ്പിൽ, പോവേണ്ടത് 4ാമത്തെ സ്റ്റെപ്പിലേക്ക്. എത്ര സ്റ്റെപ്പ് പോകാനുണ്ട്? 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ എത്ര ഉണ്ടെന്ന് നോക്കാൻ 10 ന് 4 കുറച്ചാൽ മതി. 6 സ്റ്റെപ്പ് പോകാനുണ്ട്. ഈ 6 സ്റ്റെപ്പ് പോകാനുള്ളത് താഴേക്കാണോ മേലോട്ടാണോ പോകാനുള്ളത്? 10ാമത്തെ സ്റ്റെപ്പ് എന്നാകുമ്പോൾ താഴേക്കാണ് അല്ലേ? താഴേക്ക് പോകുമ്പോൾ കുറക്കണേ. അപ്പോ 4ാമത്തെ പദം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന സ്ഥലം 10ാമത്തെ സ്ഥലം, താഴോട്ട് പോകുമ്പം കുറക്കണം. എത്ര സ്റ്റെപ്പ് പോകണം 4ാമത്തേലേക്ക് എത്താൻ? 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ നമുക്ക് 6 സ്റ്റെപ്പുകളാണ് പോകേണ്ടത്. 10ൽ നിന്ന് 4 വർഷം, നേരത്തെ 4 എന്നാ പറഞ്ഞ സംശയം തോന്നുന്നുണ്ട്, അത് മാറ്റമുണ്ട്. 10ൽ നിന്ന് 4ാമത്തെ സ്റ്റെപ്പിലെത്താൻ നമുക്ക് 10 ന് 4 വെച്ചാൽ 6 സ്റ്റെപ്പുകൾ പോകാനുണ്ട്. 6 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഡി കൊടുക്കുക. 10ാമത്തത് അവിടെ തന്നിട്ടുണ്ട് 125. 6 × ഡി എന്ന് പറഞ്ഞാൽ 8. അപ്പൊ നമുക്ക് 125ൽ നിന്ന് 6 × 8. എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് കുറച്ചു പോകരുത്. ആദ്യം കാണുന്ന ക്രിയ ആദ്യം ചെയ്ത് വെച്ചേക്കരുത്. കൂട്ടലും കുറക്കലും ഗുണിക്കലും ഒക്കെ വരുമ്പം ഗുണനത്തിനാണ് പ്രാധാന്യം ആദ്യം ചെയ്യേണ്ടതാണ്. അപ്പൊ 6 × 8 48. 6 × 8 48. 125ൽ നിന്ന് 48 കുറക്കണം. 125 48 കുറച്ച് കഴിഞ്ഞാൽ 15ന് നമ്മൾ 15ന് 8 കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടുന്നു. പിന്നെ ഇവിടെ 1 11 4 77 എന്ന ആൻസർ. ശ്രദ്ധിക്കുക. അപ്പൊ ഈ സമാന ശ്രേണിയിലെ 4ാമത്തെ പദം 77 ആയി. ഇനി നമുക്ക് ഇതേ ശ്രേണിയിലെ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എങ്ങനെയാ 1ാമത്തെ പദം കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക. 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ, 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാൻ 9 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം. അപ്പൊ 10ാമത്തെ പദത്തിൽ നിന്ന് 9 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം, കുറക്കണം. 10ാമത്തത് 125. 9 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാൽ 9 × പൊതുവ്യത്യാസം 8. 125ൽ നിന്ന് 9 × 8 72 കുറക്കുന്നു. അപ്പൊ നമ്മൾ ആൻസർ കിട്ടുക 5ന് 2 കുറച്ചാൽ 3 കിട്ടുന്നു. 12ന് 5 കുറച്ചാൽ 5 കിട്ടുന്നു. 53. ഇനി നമുക്ക് ഈ സീക്വൻസിന്റെ 20ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കുക. നിൽക്കുന്നത് 10ാമത്തെ സ്റ്റെപ്പിൽ, പോകേണ്ടത് 20ാമത്തെ സ്റ്റെപ്പിലേക്ക്. 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 20ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ നമ്മൾ 10 സ്റ്റെപ്പുകളും കൂടെ കയറണം. കയറണം എന്ന് പറഞ്ഞാൽ പ്ലസ് കൂട്ടണം. അപ്പൊ നമുക്ക് 20ാമത്തേലെത്താൻ 10ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറണം 10 സ്റ്റെപ്പ്. 10 ടി. 10ാമത്തത് 125. 10 × ഡി എന്ന് പറഞ്ഞാൽ 8. ആൻസർ വരിക 125 പ്ലസ് 10 × 8 80. 125ഉം 80 നമ്മൾ കൂട്ടിയെഴുതണം. 125ഉം 80 നമ്മൾ കൂട്ടിയെഴുതുന്ന സമയത്ത് നമുക്ക് 205 കിട്ടും. 205. ഇപ്പോ ഒരു സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസും അതിലെ ഏതെങ്കിലും ഒരു ടേമും ഒരു പദവും തന്നാൽ അതിലെ ഏത് ടേം വേണമെങ്കിലും കാണാൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. തന്ന ടേമിന്റെ മേലെ ഉള്ള ടേമാ കാണേണ്ടത് എങ്കിൽ നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്.
തന്ന ടേമിന്റെ താഴെയുള്ള ടേം കാണേണ്ടത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സമവാക്യത്തിലെ പൊതുവ്യത്യാസം 2/5 ആണ്. അതിലെ ഏഴാമത്തെ ടേം 4/5. എന്തായിരിക്കും അതിലെ രണ്ടാമത്തെ ടേം വരും? സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏഴാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേമിലേക്ക് വരുമ്പോൾ 7ന്റെ താഴെയാണല്ലോ 2, അപ്പൊ കുറയ്ക്കാൻ വേണ്ടത് എത്ര സ്റ്റെപ്പാണ് നമ്മൾ കുറയ്ക്കേണ്ടത്? ഏഴാമത്തെ ടേമിൽ നിന്ന് എത്ര സ്റ്റെപ്പ് താഴോട്ട് കുറയ്ക്കണം? ഏഴാമത്തേൽ നിന്ന് രണ്ടാമത്തേലേക്ക് എത്താൻ വേണ്ടി നമ്മൾ 7 - 2 5 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാൽ രണ്ടാമത്തേക്ക്. അപ്പൊ 5 സ്റ്റെപ്പ് 5. ഏഴാമത്തത് 4/5 മൈനസ് 5 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2/5. 4/5 മൈനസ് ഇത് ഗുണിക്കാറുണ്ട് അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്ത് വെക്കരുത്, അത് കൂട്ടുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഇവിടെ നേരെ ചെയ്താൽ മതി. 5 ഇൻറ്റു 2 10. 10/5. 10/5 വേണമെങ്കിൽ നമുക്ക് 2 എന്ന് എഴുതാം. പക്ഷെ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ. നമ്മളിവിടെ ഒരേ ഡിനോമിനേറ്റർ വന്നാൽ കുറക്കാൻ വളരെ സിമ്പിൾ ആണ്. 4/5 10/5 കുറക്കുമ്പോൾ ഇന്നലത്തെ ഹോംവർക്കിൽ പലരും ഇങ്ങനെ സെയിം ഡിനോമിനേറ്റർ ഛേദം തുല്യമായിട്ട് പോലും പലരും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ആൻസറാ കിട്ടുക. ആൻസർ തെറ്റല്ല, പക്ഷെ ഇത് ചെയ്യാൻ എളുപ്പം. രണ്ടിന്റെയും അടിയിൽ 5 ആണ്. അപ്പൊ അതേ 5 എഴുതിയാൽ മതി. 5 എഴുതിയിട്ടോ 4ൽ നിന്ന് 10 കുറക്കുന്നു. 4ൽ നിന്ന് 10 കുറക്കുന്നു. 4ൽ നിന്ന് 10 കുറക്കുമ്പോൾ -6 അടിയിൽ 5. അപ്പൊ ഇതിലെ രണ്ടാമത്തെ ടേം -6/5 ആയിരിക്കും കിട്ടുക. മറ്റൊരു കാര്യം നോക്കാം. നമുക്ക് ഇതിലെ 100ാമത്തെ ടേം ഉണ്ട്. 100ാമത്തെ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ നിൽക്കുന്നത് 7ാമത്തെ സ്ഥലത്താണ്. 7ാമത്തെ സ്ഥലത്ത് നിന്ന് 100ാമത്തേലേക്ക് പോകാൻ നമ്മൾ കയറണം, കൂട്ടണം. 7ൽ നിന്ന് 100ലേക്ക് എത്താൻ ഇനി എത്ര കൂട്ടേണ്ടത്? 93 അല്ലേ? അപ്പൊ നമുക്ക് 93D എന്ന് കൊടുക്കാം. 7ാമത്തത് 4/5 പ്ലസ് 93 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2/5 ഈക്വൽ ടു 4/5 പ്ലസ് 93 2 ഗുണിക്കാം. 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 9 18, 186/5. ഇങ്ങനെ നമുക്ക് കൂട്ടി എഴുതാൻ പറ്റും. രണ്ടിന്റെയും ഛേദങ്ങൾ തുല്യമാണ്. അതേ ഛേദം എഴുതിയിട്ട് അംശങ്ങൾ കൂട്ടാം. 4 പ്ലസ് 186 കൂട്ടിയാൽ 190 കിട്ടുന്നു. 190/5 ആണ് ഉത്തരം. ഈ 190/5 എന്നത് കറക്റ്റ് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ ആൻസറും എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെ ഏതൊരു ടേം തന്നാലും കോമൺ ഡിഫറൻസിന്റെ പൊതുവ്യത്യാസത്തിന്റെ സഹായത്തോടു കൂടി അതിലെ ഏത് ടേമും നമുക്ക് ഏത് പദവും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇതേ സെക്ഷനിൽ തന്നെ പറഞ്ഞു നിർത്തേണ്ടതായിട്ടുള്ള ഒരു ചെറിയ ഭാഗവും കൂടെ ഉണ്ട്. ഹൗ ടു ഫൈൻഡ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്താം. അപ്പോൾ വിചാരിക്കും ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണല്ലോ, സമാംശയുടെ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പൊതുവ്യത്യാസം കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ പൊതുവ്യത്യാസം കണ്ടത്. എങ്ങനെ പൊതുവ്യത്യാസം കണ്ടിട്ടുണ്ടാവുക? ഇപ്പോ 7, 10, 13 ഇതിലെ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. 10 7 കുറച്ചാൽ 3 കിട്ടും, അല്ലെങ്കിൽ 13 10 കുറച്ചാൽ 3 കിട്ടും. ഇതാണ് പൊതുവ്യത്യാസം. ഇങ്ങനെയുള്ള സ്ഥലത്ത് പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് 2 ടേംസ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും 2 പദങ്ങൾ. അത് അടുത്തടുത്തുള്ള 2 പദങ്ങളാകണമെന്നില്ല. അടുത്തടുത്തുള്ള 2 പദങ്ങൾക്ക് പകരം ഇപ്പൊ ഒരു സീക്വൻസിലെ 5ാമത്തെ ടേം 100 ആണ്. ഒരു സമാന ശ്രേണിയിലെ 5ാമത്തെ പദം 100 ആണ്. ആ ശ്രേണിയിലെ 12ാമത്തെ ടേം 142 ആണ്. ഒരു സമാന ശ്രേണിയിലെ 5ാമത്തെ പദം 100 ആണ്, 12ാമത്തെ പദം 142 ആണ്. പൊതുവ്യത്യാസം എത്ര? ഇങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഒരു ക്വസ്റ്റ്യന് പ്രസക്തി. ഹൗ ടു ഫൈൻഡ് കോമൺ ഡിഫറൻസ്. എങ്ങനെ ഇതിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം? ഇത് തൊട്ടടുത്ത പദങ്ങളാണെങ്കിൽ ജസ്റ്റ് കുറച്ചാൽ മതി അല്ലേ. ഇവിടെ അത് പോരാ. നമുക്ക് ഇവിടെ ഇത് 5ാമത്തത്, ഇത് 12ാമത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ആലോചിക്കുക, ഈ 5ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് എത്ര ദൂരമുണ്ട് 12ാമത്തെ സ്റ്റെപ്പിലേക്കും?
അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 12ാമത്തെ സ്റ്റെപ്പിലേക്ക് 7 സ്റ്റെപ്പല്ലേ ദൂരമുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ 100ലേക്ക് 7D കൂട്ടിയതല്ലേ 142. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ 142 100 കുറച്ചാൽ പോരെ. 142 നിന്ന് 100 കുറച്ചാലും 42 അല്ലേ കിട്ടുക. അതിന്റെ അർത്ഥത്തിലെ പൊതുവ്യത്യാസം 42 ആണെന്നാണോ? ഇതിൽ പൊതുവ്യത്യാസം 42 ഒന്നുമല്ല. ഇത് അടുത്തടുത്ത പദങ്ങളാ. 100 142 അല്ല. ഈ 142നകത്ത് എത്ര സ്റ്റെപ്പുകൾ ഉണ്ട്? 5 സ്റ്റെപ്പുകളില്ലേ? സോറി 7 സ്റ്റെപ്പുകളില്ലേ? ഈ 5ൽ നിന്ന് 12ലേക്ക് എത്താൻ, 5ാമത്തിൽ നിന്ന് 12ാമത്തേതിലേക്ക് എത്താൻ നമുക്ക് 7 സ്റ്റെപ്പുകൾ കയറിയിട്ടുണ്ട്. അപ്പോ 7 സ്റ്റെപ്പുകൾക്കിടയിലുള്ള ദൂരമാണ് 42. അപ്പോൾ ഒരു സ്റ്റെപ്പിന്റെ ഇടയിൽ അടുത്തടുത്ത രണ്ടെണ്ണത്തിന്റെ ഇടയിലുള്ള ദൂരം ചോദിച്ചാൽ ഇതിനെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചിട്ട് 6 എന്ന് എഴുതി വെച്ചാൽ അതും ഓക്കെ. ഇതിലെ പൊതുവ്യത്യാസം 6 ആണ്. അപ്പോ 2 പദങ്ങൾ അടുത്തടുത്തുള്ളതല്ല, ദൂരമുള്ള 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് നമുക്ക് അവിടെ ഒരു ഓർഡർ ഉണ്ട്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനും ടേം ഡിഫറൻസ് എടുക്കുക. ടേം ഡിഫറൻസ് എടുത്തിട്ട്, ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് 5ാമത്തെ ടേം 100 ആണ്, 12ാമത്തെ ടേം 142 ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം 142ൽ നിന്ന് 100 കുറച്ചു. ടേം ഡിഫറൻസ് എടുത്തിട്ട് ആ ടേം ഡിഫറൻസിനെ എന്തുകൊണ്ട് നമ്മൾ ഹരിക്കണം, ഡിവൈഡ് ചെയ്യണം? ഇതിന്റെ പൊസിഷൻ ഡിഫറൻസ്, ഇതല്ലേ പൊസിഷൻ 12, ഇതിലെ പൊസിഷൻ 5, അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 7. അപ്പൊ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് നിങ്ങളുടെ വീഡിയോന്റെ സ്ക്രീനിൽ ശരിക്ക് ടൈപ്പ് ചെയ്തിട്ട് കാണിക്കും. അപ്പൊ അത് പോസ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പൊ ഇതിലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 7. പദവ്യത്യാസത്തിന്റെ സ്ഥാന വ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ. ഇതില് പൊതുവ്യത്യാസം കാണുന്ന ഫോർമുല ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പൊതുവ്യത്യാസം കാണാൻ നമുക്ക് 2 പദങ്ങൾ തരണം. അടുത്തടുത്ത 2 പദങ്ങൾ തന്നെ വേണമോ? ഇല്ല. അടുത്തടുത്ത 2 പദങ്ങൾ തന്നാൽ വളരെ എളുപ്പത്തിൽ കുറച്ചിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇടവിട്ട സ്ഥലത്തുള്ള കുറച്ച് ഡിസ്റ്റൻസിലുള്ള 2 പദങ്ങൾ. ഒരു ഉദാഹരണത്തിൽ 4ാമത്തെ ടേം 51, 10ാമത്തെ ടേം 105, 4ാമത്തത് 51, 10ാമത്തത് 105. എന്തായിരിക്കും പൊതുവ്യത്യാസം? അപ്പൊ നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഇതിലെ ടേം ഡിഫറൻസ്, പദവ്യത്യാസം, ഏതൊക്കെയാണ് ഇവിടെ പദങ്ങൾ? 51 ഇതിലെ ഒരു പദമാണ്, 105 ഇതിലെ ഒരു പദമാണ്. അപ്പോ 105ൽ നിന്ന് 51 കുറയ്ക്കാം. എന്നിട്ട് എന്തുകൊണ്ട് ഹരിക്കണം? പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 105ന്റെ സ്ഥാനമാണ് ഇവിടെ എഴുതേണ്ടത്. 105ന്റെ സ്ഥാനം 10 മൈനസ് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈനസ്. 51ന്റെ സ്ഥാനം 4. 105ന്ന് 51 കുറച്ചാൽ 54 ബൈ 10ന്ന് 4 കുറച്ചാൽ 6. ആൻസർ 9. ഇതിലെ പൊതുവ്യത്യാസം 9 ആണ്. ഇനി വേറൊരു സംശയം ഇവിടെ. ഈ 105ന്ന് തന്നെ 51 കുറക്കണോ? തിരിച്ചു കുറച്ചാലോ? പദങ്ങളുടെ വ്യത്യാസം എന്നല്ലേ ഉള്ളൂ. പദങ്ങളുടെ വ്യത്യാസം അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ കുറക്കണ്ട, അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചാലോ? 51ൽ നിന്ന് ഒരാൾ 105 കുറക്കാം. നമുക്കൊന്ന് എഴുതി നോക്കാം. 51ൽ നിന്ന് 105 കുറച്ചു, ഡി കാണാൻ വേണ്ടി. ഇതിന്റെ താഴെ എന്താ എഴുതേണ്ടത്? സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പൊ 51ന്റെ സ്ഥാനം ഇതിന്റെ താഴത്ത് എഴുതണം. 51ന്റെ സ്ഥാനം 4 മൈനസ് 105ന്റെ പൊസിഷൻ 10. 51ന്ന് 105 കുറച്ചാൽ മൈനസ് വരും അല്ലെ? ചെറുതുനിന്ന് വലുത് കുറക്കുമ്പോൾ മൈനസ് 54. 4ന്ന് 10 കുറക്കുമ്പോഴോ അവിടെയും കിട്ടും -6 കിട്ടും. മൈനസും മൈനസും ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്ലസ് അല്ലേ? 54 6 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടൂലേ? അപ്പൊ +9 തന്നെയല്ലേ ആൻസർ കിട്ടുന്നത്? ഇതേ സാധനം കിട്ടുന്നു. അപ്പൊ ഏത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിലും കുറക്കാം. അതിനനുസരിച്ച് അതിന്റെ അടിയിലുള്ള സംഭവവും കുറക്കുന്നതിൽ മാറ്റം വരും എന്നർത്ഥം. ഇങ്ങനെയാണ് ഏതെങ്കിലും 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക.
നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ടൈപ്പ് ഒരു ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്നും സീറോ അല്ല, അവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആണ്. ആ സീറോ ഇട്ട സ്ഥലത്തൊക്കെ ഉള്ള നമ്പർ മിസ്സായി കിടക്കുകയാണ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഒന്നാമത്തെ ടേം ഇല്ല, രണ്ടാമത്തത് ഇല്ല, മൂന്നാമത്തെ ടേം 26 നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതും ഇല്ല, ഏഴാമത്തെ ടേം 42. ആ വിട്ടുപോയ സ്ഥലത്തുള്ള ആ റൗണ്ട് ഇട്ട സീറോ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഉള്ള ടേംസ് പദങ്ങളെയാണ്. നമുക്ക് എന്തിനും പൊതുവ്യത്യാസം അത്യാവശ്യമാണ്, കോമൺ ഡിഫറൻസ് അത്യാവശ്യമാണ്. ഇപ്പൊ ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം കാണണമെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു 2 ടേംസ് തരണം. ഇതിലെ എത്രാമത്തെ ടേം ആണെന്ന് അറിയാലോ? 1, 2, 3. ഇത് മൂന്നാമത്തെ ടേം ആണ്. ഇതിലെ എത്രാമത്തെ ടേം ആണ്? 3 കഴിഞ്ഞ് 4, 5, 6, 7ാമത്തെ ടേം ആണ്. അപ്പൊ അതിന്റെ അർത്ഥം മൂന്നാമത്തെ ടേം 26, 7ാമത്തെ ടേം 42 ആണ്. പൊതുവ്യത്യാസം എത്ര? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42, 26. 42ൽ നിന്ന് 26 കുറച്ചു. സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 42ന്റെ പൊസിഷൻ 7, 26ന്റെ പൊസിഷൻ 3 ചെയ്ത് കഴിഞ്ഞാൽ 42ൽ നിന്ന് 26 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. 7ന് 3 കുറച്ചാൽ 4 കിട്ടും. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 4. പൊതുവ്യത്യാസം 4. പൊതുവ്യത്യാസം കിട്ടിയല്ലോ. ഇനി എങ്ങനെ നമ്മൾ ഈ മിസ്സായ സ്ഥലത്തുള്ള പദങ്ങളൊക്കെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ മിസ്സായ സ്ഥലം ഇതില്ലേ 26, പൊതുവ്യത്യാസം എത്ര? 4. അപ്പോ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ 26ലേക്ക് 4 കൂട്ടിയാലും 26ലേക്ക് 4 കൂട്ടിയാൽ ഈ സ്ഥലത്ത് നമുക്ക് 30 കിട്ടും അല്ലെ? 30ലേക്ക് 4 കൂട്ടിയാൽ 34, 34ലേക്ക് 4 കൂട്ടിയാൽ 38, 38ലേക്ക് 4 കൂട്ടിയാൽ 42. ഓക്കെ, ബാക്കോട്ട് വരണം. 26ൽ നിന്ന് 4 കുറക്കണം. ബാക്കോട്ട് വരുമ്പോൾ പൊതുവ്യത്യാസം കുറക്കണം. 26ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 22. 22ൽ നിന്ന് വീണ്ടും 4 കുറച്ചാൽ നമുക്ക് ഇവിടെ 18. മിസ്സായ പദങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത് എക്സ് വൈ സെഡ് 15 W 31 A B എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതിലെ ഈ വിട്ടുപോയ സ്ഥലങ്ങൾ എക്സ് വൈ സെഡ് W A B C, ഈ 4, 2, 6 സ്ഥലങ്ങളിലെ സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. ഇവിടെ ഒരു പദം തന്നിട്ടുണ്ട് 1, 2, 3. ഇത് 4ാമത്തെ പദമാണ് അല്ലെ? ഇത് 4ാമത്തെ ടേമാണ്. 5, 6 ഇത് 6ാമത്തെ ടേമാണ്. ഇനി ബാക്കി ടേംസ് നമുക്ക് അറിയാം. ഈ 4ാമത്തെ ടേമും 6ാമത്തെ ടേമും ഉപയോഗിച്ചിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. നേരത്തെ നമ്മളെ കയ്യിലുള്ള പൊസിഷൻ ഡിഫറൻസും ടേം ഡിഫറൻസും ഒക്കെ ഉള്ള ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ടെക്നിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം തന്നെ ഞാൻ എഴുതിയത്. ഇവിടെ 3 എണ്ണത്തിന്റെ സെന്ററിലുള്ള ആളാണ് മിസ്സായിട്ടുള്ളത്. 3 എണ്ണത്തിന്റെ സെന്ററിലുള്ള ആൾ മിസ്സായി കഴിഞ്ഞാൽ അയാളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിനൊരു എളുപ്പവഴിയുണ്ട്. ഇതിൽ ഈ W ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നോക്കുക. 3 ആൾക്കാരില് നടുവിലുള്ള ആളെ മിഡിൽ ടേം മധ്യപദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ W കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പവഴിയുണ്ട്. ഈ 15ഉം 31ഉം കൂടെ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. 15ഉം 31ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 46 കിട്ടും. അതിനെ പകുതിയാക്കിയാൽ നമുക്ക് 23. അതായത് ഇവിടത്തെ ആള് 23 ഇത് നമുക്ക് പൊതുവ്യത്യാസത്തിന് മറ്റോ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. 15 കഴിഞ്ഞിട്ട് 23. എത്രയാ പൊതുവ്യത്യാസം വരിക? പൊതുവ്യത്യാസം 23ന്ന് 15 കുറച്ചാൽ നമുക്ക് 8 കിട്ടും. പൊതുവ്യത്യാസം 8 കിട്ടി. ശ്രദ്ധിക്കുക. ഇനി ഇത് നിങ്ങൾ അല്ലാതെ തന്നെ പൊതുവ്യത്യാസം കാണാൻ നമ്മളൊരു വഴിയുണ്ട്. ടേം ഡിഫറൻസ് നിന്ന് പൊസിഷൻ ഡിഫറൻസ് കുറച്ചാൽ മതി. 31ൽ നിന്ന് 15 കുറക്കും. താഴെ 31ന്റെ പൊസിഷൻ 6, 15ന്റെ പൊസിഷൻ 4. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 31ൽ നിന്ന് നമുക്ക് 15 കുറച്ച് കഴിഞ്ഞാൽ 16 കിട്ടും. 6ന് 4 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. പൊതുവ്യത്യാസം 8. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ 3 എണ്ണത്തിന്റെ നടുവിലുള്ള ഒരാളെ മിസ്സായാൽ അത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി. അങ്ങനെ ഒരു ടെക്നിക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇതിലെ പൊതുവ്യത്യാസം 8 ആണ്.
പൊതുവ്യത്യാസം 8 ആകുമ്പോൾ ഈ നമ്പർ ഏതായിരിക്കും? 31ലേക്ക് 8 കൂട്ടിയാൽ 39, 39ലേക്ക് 8 കൂട്ടിയാൽ 47. ബാക്കോട്ട് വരുന്ന സമയത്ത് 15-ന്ന് 8 കുറച്ചാൽ 7, 7-ന്ന് 8 കുറച്ചാൽ -1, -1-ന്ന് 8 കുറച്ചാൽ -9. ബാക്കി പദങ്ങളും കിട്ടി. ഇതിലൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, എ ബി സി 3 അടുത്തടുത്തുള്ള ആൾക്കാരിൽ ഈ നടുവിലുള്ള ബി കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി ഇവിടെ ഞാൻ പറഞ്ഞു. എയും സിയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. ഇന്നത്തെ ടോപ്പിക്കിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളും ഫോർമുലകളും ഒക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ടെക്സ്റ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും. അവിടെ വെച്ചിട്ട് ഭംഗിയായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം. ഇത് നമുക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യനും ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ കാണിക്കും. അത് വെച്ചിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് പോകുന്നത് വരെ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.